ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രീൻ ഗാർഡനിൽ വിരിഞ്ഞ കുറച്ച് മുല്ലപ്പൂക്കളെ പരിചയപ്പെടാം. വെറൈറ്റി മുല്ലപ്പൂക്കളാണ്. ഇത് നമ്മുടെ ഇരുവാച്ചി മുല്ലയാണ്. നല്ല മണമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നല്ല മണമുള്ള സുഗന്ധമുള്ള നല്ല പൂവാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കമ്പൊടിച്ച് കുത്തിയാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈസിയായിട്ട് വളർത്താനും നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനായിട്ടുള്ള നല്ലൊരു മുല്ലയാണത്. ഇത് ആലപ്പുഴ മുല്ല. ഇത് ഇച്ചിരി പ്രയാസമാണ് വെച്ച് പിടിപ്പിക്കാനായിട്ട്. ധാരാളം കുലകളായിട്ട് പൂക്കുന്ന ഒരു മുല്ലയാണിത്. നല്ല മണമാണ്, അസാധ്യ മണമാണ്. ഇത് നമ്മുടെ ചെണ്ടുമുല്ല ഇതിൻ്റെ കാര്യം പറയേ വേണ്ട. ആഴ്ചകളോളം നിൽക്കുന്ന പൂവാണ് ഇതിനുള്ളത്. നല്ല മണമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഒന്ന് വെച്ചായിരുന്നാൽ നമ്മൾ പണ്ട് കാലത്ത് ധാരാളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു തൈ നമ്മൾ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിരുന്നാൽ അതിൽ നിന്ന് ഇഷ്ടംപോലെ തൈകൾ പൊട്ടിക്കളിച്ച് ധാരാളം നമ്മുടെ വീടും പറമ്പും എല്ലാം നിറയെ ചെടികളാകുന്ന ഒരു മുല്ലയാണിത്. ഇതിപ്പം ധാരാളം ഇപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ ഗാർഡനുകളിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. എന്നാലും ഇപ്പോഴും ഇതിൻ്റെ തൈകൾക്ക് നല്ല ഡിമാൻഡാണുള്ളത്. ധാരാളം ആയിട്ട് വിറ്റ് പോകുന്ന ഒരു ചെടിയാണ് ഈ ചെണ്ടുമുല്ല എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തത് മുല്ലപ്പൂക്കളുടെ രാജ്ഞിയായിട്ടുള്ള അറേബ്യൻ ജാസ്മിൻ എന്ന് വിളിക്കുന്ന ചെണ്ടുമല്ലിയാണിത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നല്ല സുഗന്ധമായിട്ടുള്ള നല്ല 2 ദിവസം നിൽക്കി പൂവ്. നല്ല മണമാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ചെടി ഭയങ്കര പ്രയാസമാണ് വെച്ച് പിടിപ്പിക്കാൻ. പിടിച്ച് കിട്ടാനും വലിയ പാടാണ്. പിടിച്ച് കിട്ടിയാൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഈ പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. താങ്ക് യു.